ഫ്രണ്ട്സ്, വെൽക്കം ടു റിവീൽ വേൾഡ് മലയാളം. ലോകത്ത് വളരെ വ്യത്യസ്തമായി ജീവിക്കുന്ന ചില മൃഗങ്ങളെയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. വലിയ അപകടങ്ങളെ അതിജീവിച്ച് ഈ ഒരു മൃഗങ്ങൾ നമുക്ക് വളരെ ആശ്ചര്യവും അത്ഭുതമായിരിക്കും. ഇതുപോലെ വ്യത്യസ്തമാർന്ന വീഡിയോകൾക്കായി റിവീൽ വേൾഡ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഓൾ ആക്കി വയ്ക്കാനും മറക്കരുത്. നമ്പർ 1, കോപ്പർ ഫാൾ. ന്യൂയോർക്കിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു കോപ്പർ എന്ന് പറയുന്ന പൂച്ചയെ വളർത്തുന്നത്. ഒരിക്കൽ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ ഈ ഒരു പൂച്ച കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ വന്നിരുന്ന ഒരു കിളിയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും 14ാമത് നിലയിൽ നിന്ന് താഴെ വീഴുകയും ചെയ്തു. എന്നാൽ ഇവൻ താഴെ വീഴാതെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട അപ്പാർട്ട്മെന്റിലെ ജനങ്ങൾ മുഴുവൻ ഈ ഒരു പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാലും ആ പൂച്ച 14ാമത് നിലയിൽ നിന്നും താഴെ വീണുപോയി. ഏതൊരു പൂച്ചയാണെങ്കിലും 14ാമത് നിലയിൽ നിന്നും താഴെ വീണാൽ ചത്തുപോകുമെന്നത് ഉറപ്പാണ്. എന്നാൽ ഈ ഒരു പൂച്ചയുടെ കാര്യം വളരെ വ്യത്യസ്തമായിരുന്നു. അത്ര ഉയരനിന്ന് വീണിട്ടും കാലിന് ചെറിയ ഒരു മുറിവോടുകൂടി അതിശയകരമായി രക്ഷപ്പെട്ടിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു കോപ്പർ പൂച്ചയ്ക്ക് ബാൽക്കണിയിൽ ഭക്ഷണം വെച്ച് കൊടുത്താൽ ആ ഭാഗത്തേക്ക് പോലും അവൻ അടുക്കാറില്ല. നമ്പർ 2, ടു-ലെഗ്ഡ് കൗ. ഇന്തോനേഷ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ 2 കാലുകൾ മാത്രമുള്ള പശുക്കുട്ടി പിറന്നത്. ഇത് ജനിച്ച് 3 ആഴ്ച വരെ അല്പം പോലും നീങ്ങാൻ കഴിയാതെയും അനങ്ങാൻ കഴിയാതെയും പ്രയാസം അനുഭവിച്ചിരുന്നത്രേ. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു പശുക്കുട്ടി ചത്തുപോകുമെന്നായിരുന്നു അതിന്റെ ഉടമസ്ഥർ കരുതിയിരുന്നത്. എന്നാൽ ആ പശുക്കുട്ടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവന്റെ സ്വന്തം കഠിന ശ്രമം കൊണ്ട് മനുഷ്യരെ പോലെ 2 കാലിൽ നടക്കാൻ തുടങ്ങുകയായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട ആ നാട്ടുകാർ മുഴുവൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു പശുക്കുട്ടി 2 കാലിൽ നടക്കുന്നത് കാണുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വീഴുന്നത് പോലെയാണ്. 2 കാലിൽ നടക്കുന്ന ഈ ഒരു പശുക്കുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുടൻ തന്നെ വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു. നമ്പർ 3, സ്ട്രോങ് വിൽഡ് ഗോട്ട്. എങ്ങനെയാണോ മുന്നിൽ കാലില്ലാതെ ആ പശുക്കുട്ടി നടന്നത്, അതുപോലെ ഈ ഒരു ആട് പിന്നിൽ 2 കാലുമില്ലാതെ നടക്കാൻ തുടങ്ങിയത്രേ. ഈ ഒരു ആടിന് പിന്നിൽ 2 കാലില്ലെങ്കിലും മറ്റ് ആടുകളുടെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി കളിച്ചുകൊണ്ടിരിക്കുമത്രേ. ഈ ഒരു ആടിന് വേഗത്തിൽ നടക്കാൻ കഴിയില്ലെങ്കിലും അതിനാവശ്യമുള്ള തീറ്റ സ്വന്തം പോയി കഴിക്കാൻ വളരെ ആത്മവിശ്വാസം കാണിക്കുന്ന ഒരു ആടാണിത്. നമ്പർ 4, ഡാനിയൽ ദ മിറാക്കിൾ ഡോഗ്. അലാഫോൺസയിലുള്ള ഒരു ആനിമൽ കെയർ സെന്ററിലാണ് ഈ ഒരു ഡാനിയൽ ഡോഗ് ഉണ്ടായിരുന്നത്. ഡാനിയൽ എന്ന ഒരു ഡോഗിന്റെ കൂടെ മറ്റ് നായകളെയും വലിയ ഒരു കൂട്ടിൽ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അതിന്റെ അടുത്തുള്ള ഒരു ഗ്യാസ് ചേമ്പറിൽ നിന്നും പെട്ടെന്ന് കാർബൺ മോണോക്സൈഡ് ലീക്കാവാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട ആ ആനിമൽ കെയർ സെന്ററിലെ വർക്കേഴ്സ് എന്ത് ചെയ്യുമെന്ന് അറിയാതെ വല്ലാതെ ഭയന്നുപോയി. സാധാരണ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ഏതൊരു ജീവി ശ്വസിച്ചാലും കുറച്ച് സമയം കൊണ്ട് തന്നെ ആ ഒരു ജീവി ചത്തുപോകുമത്രേ. എന്നാൽ 13 മണിക്കൂറിന് ശേഷം ആ ഒരു കൂട് തുറന്നു നോക്കിയപ്പോൾ ഡാനിയൽ എന്ന ഡോഗ് മാത്രം രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ മറ്റു ഡോഗുകൾ മുഴുവൻ കാർബൺ മോണോക്സൈഡിന്റെ ശക്തി കാരണം ചത്തുപോകുകയായിരുന്നു. ഉടൻ തന്നെ പ്രൈമറി ചികിത്സ കൊടുത്ത് ഡാനിയൽ ഡോഗിനെ രക്ഷപ്പെടുത്തി. അതിശയത്തോടെ രക്ഷപ്പെട്ട ഇവനെ പിന്നീട് ലക്കി ഡോഗ് എന്ന് വിളിക്കാൻ തുടങ്ങി. നമ്പർ 5, മിക്കുമി ദ ലയൺ. സിംഹം കാട്ടിലെ രാജാവാണെങ്കിലും ചില സമയങ്ങളിൽ ആ കാട് പോലും അവർക്ക് അപകടമാവാറുണ്ട്. അതുപോലെയാണ് മിക്കുമി എന്ന് പറയുന്ന ഈ ഒരു സിംഹത്തിന്റെ കഥ. ടെൻസാനിയ എന്ന് പറയുന്ന കാട്ടിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മരത്തിലുള്ള ഒരു കുറ്റിയിൽ ഈ ഒരു സിംഹം കുടുങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ 3 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു സിംഹം കുറ്റിയിൽ കിടന്നത് ആരും തന്നെ കണ്ടില്ല. 3 വർഷം ആ ഒരു കുറ്റിയിൽ കുടുങ്ങിക്കിടന്നിട്ടും ഈ ഒരു മിക്കുമി സിംഹം ജീവൻ നിലനിർത്തിയിരുന്നു. അതിനുശേഷം ടെൻസാനിയയിലെ നാഷണൽ പാർക്ക് വാക്കേഴ്സ് ഈ ഒരു മിക്കുമി സിംഹത്തെ കുറ്റിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടു. ഉടനെ ആ ഒരു സിംഹത്തിനരികിൽ പോയി ആ കുറ്റിയിൽ നിന്നും സിംഹത്തെ രക്ഷിക്കുകയും ചെയ്തു. 3 വർഷം ആ ഒരു കുറ്റിയിൽ കുടുങ്ങിയിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ലുക്കുമി സിംഹത്തിന് വലിയ ഒരു മുറി കഴുത്തിലുണ്ടായിരുന്നു. എങ്ങനെയാണ് 3 വർഷവും ഈ കുറ്റിയിൽ ഈ ഒരു സിംഹം അതിജീവിച്ചത് എന്ന് അന്വേഷിച്ചവർക്ക് ആശ്ചര്യപ്പെടുത്തുന്ന സംഭവമാണ് അറിയാൻ കഴിഞ്ഞത്. 3 വർഷവും ആ കാട്ടിലെ മറ്റു മൃഗങ്ങളാണ് ഈ ഒരു മിക്കുമി സിംഹത്തിന് ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നത്. നമ്പർ 6, സിക്സ്-ലെഗ്ഡ് ഡിയർ. USA ഒരു പാർക്കിലാണ് 6 കാലുകൾ മാത്രമുള്ള ഈ ഒരു മാൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് 6 കാലുകൾ ഉള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ നടക്കാനോ ഓടാനോ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചുറ്റുവട്ടത്തുള്ള നായകൾ മുഴുവൻ ഭക്ഷണത്തിനായി ഇതിനെ വേട്ടയാടാനും കടിക്കുവാനും ശ്രമിച്ചിരുന്നു. നായകളുടെ അക്രമം മൂലം വളരെ മുറിവ് പറ്റിയ ഈ ഒരു മാനിനെ അവിടെയുള്ളവർ അടുത്തുള്ള ഒരു പാർക്കിൽ കൊണ്ടുപോയി വിട്ടു. ഈ ഒരു മാനിന് 6 കാലുകൾക്ക് പുറമെ ഒരു വലിയ വാലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു മാനുകളെ പോലെ വേഗം നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും പിന്നീട് സന്തോഷത്തോടു കൂടി അവിടെ കഴിഞ്ഞു. നമ്പർ 7, ക്യാമൽ ഫ്ലാഗ്സ്. അവസാനമായി നമ്മൾ കാണാൻ പോകുന്നത് ക്യാമൽ ഫ്ലാഗ്സ്. ഒരു ദിവസം തലയില്ലാത്ത ഒരു ഒട്ടകത്തിന്റെ ഫോട്ടോ വളരെ വേഗം വൈറലാവാൻ തുടങ്ങി. ഈ ഒരു ഫോട്ടോ ഒരു ഇന്ത്യൻ ഫോട്ടോഗ്രാഫറാണ് എടുത്തിരുന്നത്. അദ്ദേഹം ഒരു ദിവസം കാട്ടിനരികിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അകലെ അയാളുടെ കാഴ്ചയിൽ തലയില്ലാത്ത ഒരു ഒട്ടകം കാണപ്പെട്ടു. ഉടൻ തന്നെ ആ ഫോട്ടോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. നിറയെ ലൈക്കും വാരിക്കൂട്ടി. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു ഒട്ടകം കഴുത്ത് തിരിച്ചപ്പോഴാണ് അറിഞ്ഞത് അതിന് തലയുണ്ടായിരുന്നു എന്ന്. ആ ഒട്ടകം പുറം ചൊറിയുമ്പോഴാണ് അദ്ദേഹം ഫോട്ടോ എടുത്തിരുന്നത്. അതുകൊണ്ടാണ് തലയില്ലാത്ത ഒട്ടകത്തെ പോലെ പെട്ടെന്ന് നമുക്ക് തോന്നാൻ കാരണം. എന്നാൽ ഒരു ഭാഗത്തേക്ക് തല തിരിച്ച് നടന്നു വരുന്ന ഒട്ടകത്തെ കണ്ടാൽ ഇതിന് തലയില്ല എന്നതുപോലെ തന്നെ നമുക്ക് തോന്നും. ഈ ഒട്ടകവും അതേപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് തല തിരിച്ചു വെച്ചിരിക്കുകയാണ്.
ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായി റിവീൽ വേൾഡ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഓൾ ആക്കി വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.